ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഫാസ്റ്റായി പോയി, അതുകൊണ്ടാണ് വോയിസ് ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നത്, സോറി. അപ്പോൾ നമ്മളിന്ന് പഴംപൊരിക്ക് വേണ്ടിയിട്ട് ആദ്യം മൈദപ്പൊടിയാണ് എടുത്തേക്കണം. മൈദപ്പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറാണ് ഇട്ടത് കേട്ടോ. കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. മുട്ട വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഞങ്ങൾ മുട്ട ചേർക്കാറില്ല. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടും. പിന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഴത്തിന് കുറച്ച് മധുരം കുറവായിരുന്നു, പക്ഷേ പഞ്ചസാര എന്നാലും ഇടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ പഴംപൊരി പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട്, ആ മൊരിച്ചലിന് നല്ലൊരു ടേസ്റ്റാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. നമ്മളിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഓയിലായിരിക്കും ബെറ്റർ. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ആ ബാറ്റർ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴം ഓരോന്നായിട്ട് അതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഞങ്ങളിവിടെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് കഴിക്കാനും ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, ബായ്.